ബോളിവുഡിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങൾ ചിലവഴിച്ച് സിനിമകൾ നിർമ്മിച്ച സംവിധായകരെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു സിനിമയ്ക്കായി തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറേ വർഷങ്ങൾ മാറ്റിവെച്ച സംവിധായകർ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് സിനിമയോടുള്ള തൻ്റെ പാഷൻ കാരണം ഒരു വ്യാഴവട്ടക്കാലം സമയം ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ച സംവിധായകൻ ലോക സിനിമാ ചരിത്രത്തിൽ തൻ്റെ പേര് എഴുതി ചേർക്കുകയാണ്. നീണ്ട 16 വർഷക്കാലം ആടുജീവിതം എന്ന തൻ്റെ സ്വപ്ന സിനിമയ്ക്കായി സമയം ചെലവഴിച്ച ബ്ലസ്സി. പത്മരാജൻ, ഭരതൻ, ലോഹിതദാസ്, ജയരാജ്, IV ശശി തുടങ്ങിയവർക്കൊപ്പം സഹസംവിധായകനായാണ് ബ്ലസ്സി സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത്. 2004 കാഴ്ച എന്ന സിനിമയിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് 2005 തന്മാത്ര, 2006 പളുങ്ക്, 2008 കൽക്കട്ട ന്യൂസ്, 2009 ഭ്രമരം, 2011 പ്രണയം, 2013 കളിമണ്ണ് എന്നീ സിനിമകൾ ചെയ്തു. കളിമണ്ണ് പുറത്തിറങ്ങി 11 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ആടുജീവിതം റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഒരു പതിറ്റാണ്ടിലേറെക്കാലം സിനിമകളൊന്നും ചെയ്യാതിരുന്നിട്ടും മലയാള സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ മറന്നില്ല. പകരം ബ്ലസ്സിയുടെ അടുത്ത സിനിമയ്ക്കായി കേരളം കാത്തിരുന്നു. എന്തുകൊണ്ടാകാം മലയാളികൾക്കിടയിൽ ബ്ലസ്സി ഇത്ര സ്വീകാര്യനായത്? അതിനുത്തരം അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെയാണ്. ആഴമേറിയ കഥാപാത്രങ്ങളിലൂടെ, കഥാപശ്ചാത്തലങ്ങളിലൂടെ വൈകാരികമായി പിടിച്ചുലയ്ക്കുന്ന യാത്രയാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും. ആ യാത്രകളും അതിലെ കഥാപാത്രങ്ങളും എന്നും നമ്മൾ ഓർത്തിരിക്കുന്നവയുമാണ്. ജീവിതത്തിന്റെ ഉല്ലാസങ്ങളിലൂടെയല്ല, പകരം കൈപ്പേറിയ സന്ദർഭങ്ങളിലൂടെയാണ് ബ്ലസ്സിയുടെ സിനിമയുടെ സഞ്ചാരം. അതുകൊണ്ടാകാം രണ്ടാമത് കാണാൻ കഴിയാത്ത വിധം പിടിച്ചുലച്ച സിനിമ എന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ വിശേഷിപ്പിക്കപ്പെടുന്നതും. 2004 ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ച എന്ന മലയാള ചിത്രം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. പ്രകൃതി ദുരന്തങ്ങളും നിയമവ്യവസ്ഥകളും മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാക്കുന്ന അവസ്ഥകളാണ് കാഴ്ച എന്ന ചിത്രത്തിലൂടെ ബ്ലസ്സി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ഫിലിം ഓപ്പറേറ്റർ മാധവനെ കണക്കാക്കുന്നത്. വളരെയധികം വൈകാരിക മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമയിലെ ഓരോ രംഗങ്ങളും മമ്മൂട്ടി തൻ്റെ അഭിനയ മുഖമിലൂടെ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു. പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കി മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര. ഒരു മധ്യവർഗ മലയാളിയായ രമേശൻ നായരാണ് പ്രധാന കഥാപാത്രം. ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മകനെ IAS കാരനാക്കണം എന്ന് ആഗ്രഹിക്കുന്ന രമേശൻ നായർ. അയാളുടെ ജീവിതത്തിലേക്ക് വില്ലനായി വരുന്നത് അൾഷിമേഴ്സ് രോഗമാണ്. അയാളുടെ രോഗാവസ്ഥ, അതിന്റെ തീവ്രതയിലേക്ക് എത്തുന്ന രംഗങ്ങളെ അതിഗംഭീരമായാണ് ബ്ലസ്സി ചിത്രീകരിച്ചത്. മറവി രോഗത്തിന്റെ ആഴവും ഭീതിയും അത്രയേറെ ഗൗരവത്തോടെ ആവിഷ്കരിക്കപ്പെട്ട സിനിമ വേറെയുണ്ടോ എന്നത് സംശയമാണ്. മകനെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയും ആത്മമിത്രത്തിന്റെ മരണവുമെല്ലാം തിരിച്ചറിയാനാവാത്ത രമേശൻ നായരുടെ അവസ്ഥ ഭീകരമാണ്. ലോകം മുഴുവൻ വെളിച്ചം നൽകുന്ന സൂര്യ തേജസ്സിന് പോലും ഒരു പകൽ മാത്രമാണ് ആയുസ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കഥ അവസാനിക്കുമ്പോൾ അത് രണ്ടാമതൊന്ന് കാണാനുള്ള മാനസികാവസ്ഥ ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വിരലുകൾ പോലും അഭിനയിക്കുന്ന നടൻ എന്നാണല്ലോ മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ വിരലുകൾ കൊണ്ട് പോലുമുള്ള അത്യുഗ്രൻ പ്രകടനം കണ്ട ചിത്രമായിരുന്നു ഭ്രമരം. ഉണ്ണിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഒരു ദിവസം ഏറെ നിഗൂഢതകളുമായി ഇടിച്ചു കയറി വരുന്ന കഥാപാത്രമാണ് മോഹൻലാലിന്റെ ശിവൻകുട്ടി. കഥ പുരോഗമിക്കവേ അയാളുടെ മാനസിക പിരിമുറുക്കങ്ങൾ പ്രേക്ഷകരിലേക്കും എത്തുന്നു. ഏത് ദിശയിലേക്കാണ് തിരിയുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത സിനിമ. ഒരൽപ്പം ശ്വാസം മുട്ടലോടെ മാത്രമേ കണ്ടു തീർക്കാൻ കഴിയൂ. സിനിമ അവസാനിക്കുമ്പോൾ ആ നിഗൂഢതകൾ എല്ലാം എരിഞ്ഞു തീർന്ന് പ്രേക്ഷകരെ വേദനയുടെ അഗ്നിയിലേക്ക് എത്തിക്കുന്നു. ക്ലൈമാക്സിൽ ഫ്രെയിമിലേക്ക് കടന്നു വരുന്ന വണ്ടിന്റെ മൂളലോടെ ആ അസ്വസ്ഥതയോടെയാണ് പ്രേക്ഷകരും പിരിയുന്നത്. പട്ടണത്തിലേക്ക് എത്തുന്ന നാട്ടിൻപുറത്തുകാരുടെ ജീവിതം പറഞ്ഞ പളുങ്ക്, ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ച് സംസാരിച്ച കൽക്കട്ട ന്യൂസ്, ആദ്യ പ്രണയത്തിന്റെ മധുരവും മധ്യവയസ്സിലെ പ്രണയത്തിന്റെ സൗന്ദര്യവും പകർന്ന പ്രണയം, ഇതെല്ലാമാണ് ബ്ലസ്സിയുടെ മറ്റു സിനിമകൾ. ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായ തൻ്റെ അമ്മയ്ക്കുള്ള സമർപ്പണമായിട്ടാണ് അദ്ദേഹം കളിമണ്ണ് എന്ന സിനിമ ഒരുക്കിയത്. കളിമണ്ണ് എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് ഇതുവരെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് 48 മണിക്കൂർ ദൈർഘ്യമുള്ള 100 Years of Chrysostom എന്ന ഡോക്യുമെന്ററി മാത്രമാണ്. ഈ കാലയളവിലെല്ലാം അദ്ദേഹം തൻ്റെ സ്വപ്ന സിനിമയുടെ പിന്നാലെയായിരുന്നു. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ സിനിമയായപ്പോൾ അണിയറയിൽ നിന്ന് തിരശ്ശീലയ്ക്ക് മുന്നിലെത്തിയത് ബ്ലസ്സിയുടെ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ്. 2008 ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കുന്നതിനുള്ള ആലോചനകൾ തുടങ്ങുന്നത്.
2010 നോവൽ സിനിമയാകുന്നു എന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു മലയാള സിനിമയ്ക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ബജറ്റാണ് എന്നതുകൊണ്ട് ആടുജീവിതത്തിന്റെ ചിത്രീകരണം നീണ്ടുപോയി. ചില വിട്ടുവീഴ്ചകളോടെ ചിത്രം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും തന്റെ വിഷൻ അതിന്റെ പൂർണ്ണതയിലെത്താൻ അദ്ദേഹം വർഷങ്ങളോളം കാത്തിരുന്നു. പിന്നീട് 2016 സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനുള്ള പദ്ധതികൾ നടക്കുന്നു. സിനിമയ്ക്ക് ആവശ്യമായ ലൊക്കേഷനുകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കാരണം അത് വീണ്ടും നീണ്ടുപോകുന്നു. ഒടുവിൽ 2018 സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യ ഷെഡ്യൂളിന് ശേഷം 2019 ജോർദാനിൽ രണ്ടാം ഷെഡ്യൂളിന് തുടക്കമായി. എന്നാൽ 2020 ഏപ്രിൽ നടക്കേണ്ട മൂന്നാം ഘട്ട ഷെഡ്യൂൾ കോവിഡ് മൂലം തടസ്സപ്പെടുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കപ്പെട്ടതോടെ 2 മാസത്തിലേറെ ആ സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങുന്നു. 2022 മാർച്ച് 16 സഹാറ, അൾജീരിയ തുടങ്ങിയിടങ്ങളിൽ അടുത്ത ഘട്ട ചിത്രീകരണം ആരംഭിച്ചു. ജോർദാനിലെ കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ 14 ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. അങ്ങനെ തുടർച്ചയായി വന്ന തടസ്സങ്ങൾക്കെല്ലാം ഒടുവിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. 2022 ജൂലൈ 14 ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തു. അങ്ങനെ നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2024 മാർച്ച് 28 ആടുജീവിതം എന്ന സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. മലയാളികൾ പിരിമുറുക്കത്തോടെ വായിച്ചു തീർത്ത ആ ജീവിതം വെള്ളിത്തിരയിലെത്തിയപ്പോൾ അത് മലയാള സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ചിത്രമായി മാറി. നജീബിനെ അക്ഷരങ്ങളിലൂടെ വായിച്ചറിഞ്ഞ അയാൾ അതിജീവിക്കണേയെന്ന് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ച മലയാളികളെ ബ്ലസ്സി ഒരിക്കലും നിരാശരാക്കിയില്ല. കാരണം ഇത് ബ്ലസ്സിയുടെ ചിത്രമാണ്. ഒരു മനുഷ്യായുസ്സിലെ നീണ്ട കാലം മുഴുവൻ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ശ്വസിച്ച് സിനിമയെ പ്രാണനാക്കിയ ബ്ലസ്സിയുടെ ചിത്രം.